ഇവർക്കൊന്നും ആസ് എ ഫാമിലി ഞങ്ങൾ ഒരു അധികാരം കൊടുത്തിട്ടില്ല ഈ ന്യൂസ് പുറത്തേക്ക് വിടാനോ. അല്ലെങ്കിൽ എൻ്റെ ഡാഡി മരിച്ചിട്ട് ആദ്യം ഞങ്ങളെയല്ല അറിയിച്ചത്. ഒരു മരണമാണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് വരും അതൊരു ന്യൂസാക്കി മാറ്റി അതിനെ പബ്ലിഷ് ചെയ്ത് അതുവഴി ഫേമസ് ആക്കാൻ നോക്കുന്ന ഒരാൾക്കാരാണെന്നുള്ള ഒരു സത്യാവസ്ഥ ഞങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് സർ. പറഞ്ഞവരങ്ങനെ പറഞ്ഞു. പക്ഷെ അത്തരമൊരു എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിലായി, നിങ്ങൾ അതുമായിട്ട് പോകും. പക്ഷെ ഡാഡി എന്ന് പറയും 60 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യില്ല, ഞാൻ പുറത്തു പോയി താമസിക്കും. എനിക്ക് പറയാനുള്ളത് സെലിബ്രിറ്റി ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, മാനിക്കണം. ഞങ്ങൾക്കറിയാം താരയോട് ഉണ്ടായിരുന്നു, അതൊന്നും പേഴ്സണലാക്കി എടുക്കരുത്. വി നോ സത്യം എന്താണെന്നുള്ളതും. ഈ നെവർ ഫോളോഡ് ആസ് എ റിലിജിയൻ ഒന്നും ഫോളോ ചെയ്തില്ല. അപ്പം ഇനി എൻ്റെ ഡാഡിയുടെ ലെഗസി എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നതിൻ്റെ ഒരു ഇതിലാണ് ഞാനിപ്പം. ഡാഡി എപ്പോഴും പറയുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഗംഭീര നടനാണ് എന്ന് എപ്പോഴും ഡാഡി പറയായിരുന്നു. 3000 years ago എറയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം അതിനകത്ത് ഡാഡി പറഞ്ഞു ഇത് മോഹൻലാൽ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പം അന്ന് ഇതുപോലെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടി അങ്കിളും സുലു ആൻറ്റിയും എല്ലാവരും ഉണ്ട്. മമ്മിയും സുലു ആൻറ്റി എല്ലാവരും അവരൊരു ഗ്യാങ് ആണ്. അവർ ഷോപ്പിങ്ങിന് പോകും. അപ്പം ഞാനും ദുൽഖറും സുറുമിയും എൻ്റെ ബ്രദറും ഞങ്ങൾ 4 പേരാണ്. ഇത്രയും ഡീപ്പായിട്ടാണ് ഓരോ ക്യാരക്ടറിൻ്റെ ഡിപ്പിക്ട് ചെയ്യുന്നതും. ആ ക്യാരക്ടറിന് 100% ജസ്റ്റിസ് ആരെ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്ന ഒരു ആക്ടറിനെയാണ് ഡാഡി അവിടെ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. നമസ്കാരം. നമ്മുടെ മനസ്സിലൊന്നും ആഴത്തിലുള്ള സിനിമകൾ തന്ന് നമ്മളെ പ്രിയപ്പെട്ട സംവിധായകനായിരുന്നു. മരണപ്പെട്ടിട്ട് 2 വർഷം പിന്നിടുന്നു KG ജോർജ് സാർ. സാറിൻ്റെ മോൾ താരയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം താര. സിനിമയ്ക്ക് മുമ്പും അച്ഛൻ്റെ മരണത്തിന് മുമ്പും മരണത്തിന് ശേഷം അച്ഛനെ ഓർക്കുന്നു. മരണത്തിന് മുമ്പുള്ള അച്ഛനെ എങ്ങനെയാണ് ഓർക്കുന്നത്, ആ യാത്രയും കാര്യങ്ങളും? സോ യാത്രകൾ ഞങ്ങളുടെ ലൈഫിലൊരു ഇൻറ്റഗ്രൽ പാർട്ടായിരുന്നു. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടായിരുന്നു. എസ്പെഷ്യലി ഡാഡി യാത്ര ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാണ്. ഡാഡി ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഡൊമസ്റ്റിക്കലിയും ഇൻ്റർനാഷണലിയും യാത്ര ചെയ്തിട്ടുണ്ട്. ബട്ട് ഞങ്ങളുടെ മെയിൻ യാത്രയെ പറ്റി പറയുമ്പം അന്ന് ഡാഡിക്കൊരു അംബാസഡർ കാറാണ്. അപ്പോൾ ഞാനും മമ്മിയും ബ്രദറും ഞാനും എല്ലാ വെക്കേഷനും, അതായത് ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ ഞങ്ങൾ തിരുവല്ലയിൽ പോകും ഡാഡിയുടെ അമ്മയെ കാണാൻ. അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പോൾ ഇതൊരു മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രത്തു നിന്നാണ് ഞങ്ങൾ അവിടെ താമസിച്ചത്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് തിരുവല്ലയ്ക്കുള്ള ആ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മെമ്മറബിൾ ആണ്. ലൈക്ക് ഇങ്ങനെ ഓരോ സ്ഥലം എത്തുമ്പോഴും ഡാഡി ഇങ്ങനെ പറയും ഇപ്പം ഇന്ന സ്ഥലത്ത് ഇന്ന കലാകാരനായിരുന്നു, പിന്നെ അതുകൂടാതെ ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് പറയായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്ത് എന്താ ലൈക്ക് ഡാഡി ഒരു നോളജിൻ്റെ ഒരു എന്താ പറയുക ഒരു വലിയൊരു സംഭവമാണ്. അപ്പം എന്തിനെ പറ്റിയാണെങ്കിൽ ഡാഡി ഇങ്ങനെ മാക്സിമം നോളജുകൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു ഡാഡിക്ക്. സോ അങ്ങനെ യാത്രകൾ ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ഫണ്ണാണ്. ഒരു ലൈക്ക് ഇതിപ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പിന്നെ ഡാഡി ആ മറ്റേ കലാകാരൻ ഇവിടെ അല്ലായിരുന്നോ, അങ്ങനെ വി ഓൾവേസ് ഇൻട്രാക്ട്. പിന്നെ എൻ്റെ വെക്കേഷൻ ടൈമിൽ എൻ്റെ ലൈക്ക് ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡാഡിയുടെ അമ്മച്ചി. അപ്പോൾ അപ്പച്ചനെയും കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവിടെ പോകുമ്പോൾ. ബിക്കോസ് തിരുവല്ല അത് കൊളക്കാട് എന്ന് പറയും. എൻ്റെ അപ്പം ഒരു ലെയിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വീടാണ് ഡാഡി തറവാട്. അത് കഴിഞ്ഞാൽ പാടമൊക്കെയാണ്. അപ്പം നമ്മൾ ആ സിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഈ നെൽപ്പാടം അങ്ങനെയൊക്കെ പോകുമ്പോൾ ആ ഒരു മെമ്മറീസ് എപ്പോഴും ഭയങ്കര ഫോണ്ടാണ്. പിന്നെ അമ്മച്ചി അന്നത്തെ പോലെ എല്ലാം അമ്മച്ചീനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കും. അപ്പം അവലോസുണ്ട, നെയ്യപ്പം, അച്ചപ്പം, ചക്ക വറുത്തത്, അങ്ങനെ എല്ലാം ശർക്കര മറ്റെന്താ ചക്ക വരട്ടിയത്, അങ്ങനെ ഈ കംപ്ലീറ്റ് ഡിഷസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഒരിക്കലും നമുക്ക് ആ ഒരു ചെറുപ്പം മറക്കാൻ പറ്റില്ല. പിന്നെ ഡാഡിയോട് ഞങ്ങൾ ചെന്നൈ അങ്ങനെയൊക്കെ ഷോർട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ ഡ്രൈവിംഗ് മെമ്മറിയാണ് എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും കൂടെ നിൽക്കുന്നത്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഓഫ് കോഴ്സ് സോമൻ അങ്കിൾ അന്ന് തിരുവല്ലയാണ്. അപ്പം അതൊരു റിച്വലാണ്. തിരിച്ചു വരുന്ന വഴിക്ക് അങ്കിളിൻ്റെ വീട്ടിൽ കയറുക, അവിടെ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുക, ആൻഡ് ദെൻ ബാക്ക് ടു ട്രിവാൻഡ്രം. അങ്ങനെ എനിക്ക് തോന്നുന്നു മമ്മൂക്കായുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ എന്ന് പറയുന്നത്. മമ്മൂക്കായാക്കി മാറ്റിയത് യവനിക എന്നൊരു സിനിമയാണ്. മമ്മൂക്കാനെ പോലീസ് വേഷത്തിൽ ആദ്യം കൊണ്ട് കുറ്റാന്വേഷണത്തിൻ്റെ ഒരു സബ്ജക്റ്റുമായിട്ടാണ്. ആ മമ്മൂക്കായെ വളർത്തിയതിൽ ഏറ്റവും വലിയ പങ്ക് ജോർജ് സാറിന് തന്നെയാണ്. അത് മമ്മൂക്കായും പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂക്കായുമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. മമ്മൂക്കായെ കാണുന്ന ഒരു ഓർമ്മകൾ,
മമ്മൂക്ക അന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊന്ന് അന്ന് വലിയ പ്രായമൊന്നുമില്ലാത്ത ആ ഒരു മെമ്മറീസ് എങ്ങനെയായിരിക്കും? സോ ഞങ്ങളുടെ ഡയറക്ടർ സിനിമ ഷൂട്ടിങ്ങിൽ എപ്പോഴും ഞങ്ങൾ പോകും, ലൊക്കേഷനിൽ എപ്പോഴും പോകും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രാവശ്യം ഞങ്ങൾ പോയിരിക്കും, അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഒരു ലൊക്കേഷനിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കും. അതെ. അപ്പോൾ ലേഖയുടെ പറഞ്ഞൊരു ഫ്ലാഷ് ബാക്കിൽ അന്ന് എനിക്ക് 1 വയസ്സൊന്നും ഉണ്ടെന്നല്ലോ. അന്ന് ഞാനൊരു കൈക്കുഞ്ഞായിട്ട് ലേഖയുടെ മകളായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ എന്റെ ബ്രദർ അതിനകത്ത് ബ്രദറും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മറ്റേ കന്യാശ്രീയുടെ കൂടെ നിൽക്കുന്ന ഒരു പയ്യനായിട്ട്. അപ്പോൾ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ബട്ട് ഓബിയസ്ലി അന്ന് തൊട്ടേ പിന്നെ ഞങ്ങളൊരു ഇതാണ്. ഇപ്പം ഡാഡിക്ക് പിന്നെ ഞങ്ങൾ ഫാമിലി ലൊക്കേഷൻ വരുന്ന ഒട്ടും ഇഷ്ടമല്ല. ബിക്കോസ് ഡാഡി പ്രൊഫഷനായിട്ടും ഫാമിലി ആയിട്ടും വേർതിരിച്ച് വെക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ പേഴ്സണാലിറ്റിയും ഡിഫറെൻ്റ് ആണ്. ലൊക്കേഷനിലെ KG ജോർജും വീട്ടിലെ KG ജോർജും കംപ്ലീറ്റ് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ആണ്. സോ അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ മഹാനഗരം ഡാഡി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് കാലിക്കറ്റിൽ. ആ സമയത്ത് ഞങ്ങൾ മറ്റേ മഹാറാണി ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് എനിക്കൊന്ന് 5ഓ 6ഓ ഒന്ന് പഠിക്കുന്ന സമയം. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ ഇതുപോലെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടി അങ്കിളും സുലു ആൻറ്റിയും എല്ലാവരും ഉണ്ട്. മമ്മിയും സുലു ആൻറ്റി എല്ലാവരും അവരൊരു ഗ്യാങ് ആണ്. അവർ ഷോപ്പിങ്ങിന് പോകും. അപ്പം ഞാനും ദുൽഖറും സുറുമിയും എൻ്റെ ബ്രദറും ഞങ്ങൾ 4 പേരാണ് ഒരു റൂമിൽ. അപ്പം ഞങ്ങൾ അന്ന് പാർക്കിലും സിനിമയും ഷോപ്പിംഗ് അങ്ങനെ പോകായിരുന്നു. ബട്ട് ലൊക്കേഷനിൽ എനിക്ക് ഓർമ്മയാണുള്ളത്. അങ്ങനെ നിങ്ങളെല്ലാം റൂമിൽ ദുൽഖറും? അതെ. നമ്മളൊക്കെ ഒരു റൂമിലും കളിക്കുമായിരുന്നു, അങ്ങനെയായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് മമ്മൂട്ടി ഞങ്ങളുടെ റൂമിലേക്ക് പല പല ഫാമിലീസ് പല പല ഫുഡുകൾ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഇങ്ങനെ കൊടുത്തയക്കുമായിരുന്നു. കോഴിക്കോടുമാണല്ലോ. അതെ. ഓഫ് കോഴ്സ്. അപ്പൊ അങ്ങനെ ആ സമയത്ത് എല്ലാരും ഡാഡിയും ഞങ്ങളും എല്ലാവരും റൂമിലുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അപ്പം ഭയങ്കര ജനറസ് ആണ് മമ്മൂട്ടി ഞങ്ങൾ. അപ്പം ഓഫ് കോഴ്സ് അത്രയും എമൗണ്ട് ഓഫ് ഫുഡാണ് വരുന്നത്. അപ്പം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലവങ്കോട് ദേശം ഡാഡി എടുത്ത ലാസ്റ്റ് മൂവി ആയിരുന്നല്ലോ. ആ സമയത്ത് മറ്റേ ഇവിടെ ഒറ്റപ്പാലം പാലക്കാട് ആ സൈഡിലായിരുന്നു ഷൂട്ടിംഗ്. അപ്പം കാട്ടിലും അങ്ങനത്തെ ഒരു ലൊക്കേഷനൊക്കെ ആയിരുന്നല്ലോ. അപ്പം അന്നും ഞങ്ങൾ ഇതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്ത് ഞങ്ങൾ ലൊക്കേഷൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരാൾ ട്രിവാൻഡ്രത്തായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ ലൊക്കേഷൻ പോയിട്ട്. ബട്ട് ഹീസ് ഓഫ് കോഴ്സ് നമ്മളോടൊക്കെ എപ്പോഴും മക്കൾ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ബട്ട് ജനറലി ഈസ് എ വെരി നൈസ് ഗായ്. ഓഫ് കോഴ്സ് നമ്മൾ ആ ഒരു വേറൊരു സൈഡ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനും എൻ്റെ ഫാമിലിയും കണ്ടിട്ടില്ല. ബട്ട് ഞങ്ങളോട് എപ്പോഴും ഭയങ്കര സ്നേഹവും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ 19 സിനിമകളെ എടുത്തിട്ടുള്ളൂ. അതെ. 40 വർഷത്തെ പാരമ്പര്യത്തിൽ 19 സിനിമ. എന്തുകൊണ്ട് അത്തരം സിനിമകൾ കുറഞ്ഞു പോയെന്ന് ഇപ്പോഴത്തെ നമ്മുടെ ചിന്താഗതിയിൽ തോന്നിയിട്ടുണ്ടോ? എന്താണ് ഡാഡി അത്ര സിനിമകൾ കുറച്ചെടുത്തതെന്ന്? സോ എൻ്റെ ഡാഡിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഡാഡി സ്ക്രിപ്റ്റ് ചെയ്ത സിനിമകൾ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ഒരു വാശി പിടിച്ചൊരു ഒരു പ്രകൃതമായിരുന്നു ഡാഡിയുടെ. അപ്പം ഇതിനകത്ത് ഗുണമുണ്ട് ദോഷമുണ്ട്. ബിക്കോസ് ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും ഡാഡിക്ക് പിന്നെ സ്ക്രിപ്റ്റ് എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇതൊക്കെ വന്നതിന് ശേഷം പലരും ഡാഡിയെ പ്രൊഡ്യൂസേഴ്സൊക്കെ അപ്രോച്ച് ചെയ്തു. ഈവൻ പല ആക്ടേഴ്സും പല സബ്ജക്റ്റുകളായിട്ട് ഡാഡി അടുത്ത് വന്ന് സാർ ഇങ്ങനെ. പക്ഷേ അപ്പോഴൊക്കെ ഡാഡി പറഞ്ഞില്ല, എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതാതെ ഞാൻ സിനിമ എടുക്കില്ല എന്നുള്ളൊരിതായിരുന്നു. പക്ഷേ ഡാഡിയുടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തത് ബ്രെയിൻ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങുമായിരുന്നു ഡാഡി ബേസിക്കലി. അപ്പോൾ അത് ഞങ്ങൾ ഈ ഒരു ഡോക്ടറിനെ ഡാഡി വർഷങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ റീസെൻ്റ്ലി ഡാഡി മരിക്കുന്നതിന് സമയത്ത് ഞങ്ങൾ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ആ ഒരു സമയത്ത് ഞങ്ങൾ പോയി സ്കാനൊക്കെ ചെയ്ത സമയത്ത് പുള്ളി പറയുന്നു ഇത് ഒരു പക്ഷേ ഒരു 1995 തൊട്ട് ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ നമ്മുടെ മെഡിക്കൽ അത്ര അഡ്വാൻസ് ഇല്ലാതെ നമുക്ക് അന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു പക്ഷെ അതായിരിക്കും ഡാഡിയുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ആണ് കുറച്ചുകൂടെ ഒരു ഡിമ്മാക്കിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് മെയിൻ റീസൺ വാസ് ദിസ്, ഡാഡി എന്താ പറയുന്നത്, ഇതുപോലെ തന്നെ സ്വന്തം സ്ക്രിപ്റ്റ് അല്ലാതെ ഡാഡി സിനിമ അതല്ല വേറൊരാളുടെ സ്ക്രിപ്റ്റ് വെച്ച് ഒരിക്കലും ഡാഡി സിനിമ എടുക്കില്ല എന്നുള്ള ഒരു വാശിയായിരുന്നു. അവസാനം ഡാഡിയുടെ ഒരു മരണത്തിലേക്ക് പോകുമ്പോൾ ഒരു താമസം അതൊക്കെ ഓർത്തെടുക്കുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ ദുബായിലായിരുന്നു അന്ന്. എമിറേറ്റ്സിൽ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഡാഡി ഞാൻ പറയാം, ഡാഡി ഒരു പ്രത്യേക ചിന്താഗതി ആണ്. ഈവൻ പ്രൊഫഷണലി മാത്രമല്ല പേഴ്സണലിയും ഡാഡി വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഞാനെപ്പോഴും പറയാം ഡാഡി കേരളത്തിൽ ജനിക്കേണ്ട, ഡാഡി ഹോളിവുഡിലോ അവിടെയെല്ലാം ജനിക്കേണ്ട ആളായിരുന്നു. ബിക്കോസ് ഈവൻ ഹിസ് മൂവീസ് ആർ ഡിഫറെൻറ്റ്. പക്ഷേ ഡാഡി എന്ന് പറയും 60 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലി ഡിപ്പെൻഡ് ചെയ്യില്ല, ഞാൻ പുറത്തു പോയി താമസിക്കും, ഓൾഡ് ഏജ് ഹോമിലാണ് താമസിക്കും. അന്നേ ഡാഡിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. ബിക്കോസ് സ്വന്തം മക്കൾ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ പറയും ഡാഡിക്ക് എന്തോ ഒരു പുച്ഛം പോലെയായിരുന്നു, ഇതൊരു ഇൻസൾട്ട് പോലെയായിരുന്നു. സോ ആ ഒരു ഇതിൽ അന്ന് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഫൈനലി സിഗ്നേച്ചർ എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും അത് ആദ്യം ചളിക്കോട്ടെ എന്ന വീടിൻ്റെ അടുത്തായിരുന്നു, അവിടെ ആക്കുകയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡാഡി പിന്നെ അതൊരു ഫേസാണ്. ഒരു 2 വർഷം നിൽക്കും, പിന്നെ തിരിച്ചൊരു 2 വർഷം വീട്ടിൽ നിൽക്കും, പിന്നെയും പോകും, അങ്ങനെ പിന്നെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഈ സ്ട്രോക്ക് വന്നില്ല, പക്ഷെ എന്നാലും ഒരു ബ്രെയിൻ ഹെമറേജ് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെ വന്നേരം ഈ ബ്രെയിൻ ഷ്രിങ്കേജും ബ്രെയിൻ ഹെമറേജും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഡയറക്ടർ ഹെൽത്ത് ഇങ്ങനെ ഒരു സ്ലോ കില്ലർ പോലാണ്, ഓരോ വർഷം കൂടുമ്പോൾ ഇങ്ങനെ ഡിമ്മായി വരുമായിരുന്നു. പിന്നെ അതിന് ഞങ്ങൾ ഇവിടെ കാക്കനാടുള്ള സിഗ്നേച്ചറിലേക്ക് ഡാഡി പിന്നെ അവിടെ സ്ഥിരം അവിടെ തന്നെയായിരുന്നു. പിന്നെ ഡാഡി മരിക്കുന്നതിൻ്റെ ഒരു 6 months മുമ്പ് വീട്ടിൽ തന്നെയായിരുന്നു ഡാഡി, ഓൾമോസ്റ്റ് 1 year വീട്ടിലായിരുന്നു. അപ്പോൾ അങ്ങനെ മാറി നിൽക്കും. പക്ഷെ ഡാഡിക്ക് ഞങ്ങൾക്കും ആക്ച്വലി ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അവിടെയാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും നമ്മളെ കാണാൻ വരും, വിസിറ്റ് ചെയ്യാൻ വരും. പക്ഷേ നമ്മൾ സിനിമയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമ്പം ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം അല്ലേ. ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു ഗ്യാപ്പ്, ആരും നമ്മളെ അങ്ങനെ അന്വേഷിച്ച് വരില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഡാഡിക്ക് ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, എന്നെ ഇപ്പോൾ ആരും അങ്ങനെ അന്വേഷിക്കാറില്ല, കാണാൻ വരാറില്ല എന്നൊക്കെ ഉള്ള ഒരു ഇത്. സോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവിടെ ആകുമ്പോഴത്തേക്കും ദേ ഹാവ് ആക്ടിവിറ്റീസ്, കൂടെ ഉള്ള ആൾക്കാരുണ്ടല്ലോ, എല്ലാ ഈവനിങ്ങും അവർ ഒരുമിച്ച് ഗ്യാദർ ചെയ്യും, ക്വിസസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇങ്ങനെ റെഗുലർ ആയിട്ട് നടന്നവരും ഡാഡി വാസ് ഓൾസോ ഹാപ്പി ദെയർ. അപ്പോൾ അതുകൊണ്ട് ഡാഡി ഒരിക്കലും സങ്കടപ്പെടില്ല, ഹി വാസ് ഹാപ്പി ആക്ച്വലി അവിടെ. ആ സമയത്ത് ഡാഡി അവിടെ ആയപ്പം ആ മരണസമയത്ത് കുറച്ച് ചർച്ചകളൊക്കെ ഉണ്ടായി അല്ലേ, ചർച്ചകൾ ഉണ്ടാക്കി, ആരും നോക്കാനുണ്ടായിരുന്നില്ല, മക്കളുണ്ടായിരുന്നില്ല, ഭാര്യ ഉണ്ടായിരുന്നില്ല, വലിയൊരു ചർച്ച വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ടൗൺ ഹാളിൽ വെച്ചിട്ട് അതിൻ്റെ പ്രതികരണമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ആ ഒരു ചർച്ച വന്നപ്പം പല രീതിക്ക് ആ ചർച്ച വഴി മാറിപ്പോയി അല്ലേ. ഇപ്പം താര പറയുന്നുണ്ട് ഡാഡി അങ്ങനെ ജീവിക്കുന്നതാണ് ഡാഡിക്ക് ഇഷ്ടം, അതോടൊപ്പം സിനിമയിൽ നിന്ന് മാറിയപ്പോൾ ആരും കാണാൻ വരാത്ത ദുഃഖങ്ങൾ ഡാഡി പങ്കുവച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അന്ന് ആ ചർച്ച ഉണ്ടാകുന്ന ഒരു സമയം വേദനിപ്പിച്ചോ? തീർച്ചയായിട്ടും. ആക്ച്വലി ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ വലിയൊരു ഹിഡൻ ഇതുണ്ട്. അതായത് ഒരു സെലിബ്രിറ്റി മരിക്കുമ്പം ഇതിനെ ഫോളോ ചെയ്യേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ജയലളിത മാം മരിച്ചത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് വേൾഡിനെ അറിയിച്ചത് ജയലളിത മാം. കാരണം അവർ അത്രയും വലിയ ഒരു ആളായതുകൊണ്ട് ആ പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യണം. പക്ഷേ ഇവിടെ എന്താ പറ്റുന്നത് വെച്ചാൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, ഒരുപക്ഷെ എല്ലാവരും ജീവിതത്തിൽ ഇത് ഫസ്റ്റ് ടൈം സംഭവിക്കുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്ത ഒരു അവസരമായിരിക്കാം. പക്ഷേ എൻ്റെ ഡാഡി മരിച്ചിട്ട് ആദ്യം ഞങ്ങളെയല്ല അറിയിച്ചത്, സിഗ്നേച്ചറുള്ളവർ ആദ്യം മീഡിയ ആണ് അറിയിച്ചത്. അപ്പം എന്നെ മമ്മി വിളിച്ച്, ഞാൻ ഖത്തറിലായിരുന്നു ആ സമയത്ത്, അതുപോലെ ഡാഡിയുടെ ഹെൽത്ത് ആ ഒരു ലാസ്റ്റ് 2 days അത്രയും വീക്കായിരുന്നൊന്നും ഞാനും അറിയുന്നില്ല, മമ്മി ആരും അറിയുന്നില്ല. അപ്പം മമ്മി വിളിച്ച് ഈ ന്യൂസ് പറഞ്ഞ് 5 മിനിറ്റിന് ശേഷം ഖത്തർ FM എന്നെ വിളിക്കുകയാണ് ഈ ന്യൂസ് കറക്റ്റ് ആണെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ആലോചിക്കുക ഇത്രയും പെട്ടെന്ന് ഈ ന്യൂസ് എങ്ങനെ സ്പ്രെഡായി. പിന്നെ അത് മാത്രമല്ല, ഞാനിങ്ങനെ പലരും എനിക്ക് പല ലിങ്കുകൾ, ചാനലിൻ്റെ ന്യൂസിൻ്റെയൊക്കെ ലിങ്കുകൾ, അപ്പോൾ അവിടുത്തെ ഏതോ കൗൺസിലർ വന്ന് സംസാരിക്കുന്നു അവരും. അപ്പം ഇവർക്കൊന്നും ആസ് എ ഫാമിലി ഞങ്ങൾ ഒരു അധികാരവും കൊടുത്തിട്ടില്ല ഈ ന്യൂസ് പുറത്തേക്ക് വിടാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാനോ. ഇതെല്ലാം അവർ തന്നെ ടേക്ക് ഓവർ ചെയ്ത് അവർ തന്നെ ഇത് കംപ്ലീറ്റ് മീഡിയയിൽ പറഞ്ഞ് ഹാൻഡിൽ ചെയ്ത്, അതുകൊണ്ടാണ് ഇത്രയും വലുതായത്. അപ്പം ഒരുപക്ഷെ മമ്മിയോട് ആദ്യം പറഞ്ഞ് ഞങ്ങൾ ആസ് എ ഫാമിലി ടുഗെദർ ഒരു ഡിസിഷൻ എടുത്തിട്ട് അത് എപ്പോൾ മീഡിയ അറിയിക്കണം. ഒരുപക്ഷെ ഞാൻ വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ ബ്രദറും മമ്മി എത്തിക്കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ അയച്ചിട്ട് കുറച്ചുകൂടെ അതൊരു എന്താ പറയുക ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന സിറ്റുവേഷൻ. അപ്പം ആക്ച്വലി ആസ് എ ഫാമിലി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത് കംപ്ലീറ്റ് കൈവിട്ടു പോയി. അപ്പോൾ അത് മീഡിയ ടേക്ക് ഓവർ ചെയ്തു, അവർ ടേക്ക് ഓവർ ചെയ്തു, അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിലൊരു ഇതായിരുന്നു ഇഷ്യൂ. പക്ഷേ ഞങ്ങൾ പിന്നെ ആ ഒരു സമയത്ത് എന്താ പറയുക, എനിക്ക് കരയണോ സങ്കടപ്പെടണോ, ഇത് മീഡിയ ഹാൻഡിൽ ചെയ്യണോ, ഈ ആലിഗേഷൻസ് ഹാൻഡിൽ ചെയ്യണോ, അങ്ങനെ കംപ്ലീറ്റ്ലി ആസ് എ ഫാമിലി ഞങ്ങൾക്കൊന്ന് 2 ദിവസം നേരെ കരയാൻ പോലും ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് സത്യം. ബിക്കോസ് ഞങ്ങളെന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നൊരു ഇതായിരുന്നു. പക്ഷേ ഇത് ഒരു പക്ഷേ പ്രോപ്പർലി ഒരു സെലിബ്രിറ്റിയുടെ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് അന്ന് എല്ലാം കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരു പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസിലേക്ക് അത് എത്തിപ്പെടില്ലെന്ന് ഞാനിപ്പോഴും ആസ് എ ഫാമിലി വി ഓൾവേസ് ഈവൻ സ്റ്റിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു വലിയ നെഗറ്റീവാണ് ഉണ്ടാക്കിയത്, ഫാമിലിക്ക് വലിയ നെഗറ്റീവാണ് ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെ ഉള്ളവർ നെഗറ്റീവിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഒന്നുണ്ടായിരുന്നു. അന്ന് താര വന്ന് ഇരിക്കുന്നു, താരയെ ഒന്ന് കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അന്ന് ശോഭയാന്ന് തോന്നുന്നു അല്ലേ, ശോഭയുടെ അടുത്ത് ഞങ്ങൾ സംസാരിക്കും താര. അപ്പോൾ ആ സമയത്ത് സംസാരിക്കും, പിന്നീട് സംസാരിക്കുകയോ, പിന്നീട് പിറ്റേ ദിവസം മമ്മിയൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പല രീതിക്ക് അത് വ്യാഖ്യാനിച്ചു. ലാസ്റ്റ് ഒറ്റപ്പെട്ടു, അധ്വാനിച്ച പൈസകളൊന്നും ഇല്ലാതായി, അത് മക്കളുടെ കയ്യിലായി, ഭാര്യയുടെ കയ്യിലായി, അങ്ങനെയൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഇതെല്ലാം സത്യമായ വാർത്തകളാണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. വാർത്തകൾ വന്നിരുന്നു, അവരുടെ കയ്യിലാക്കി. ലാസ്റ്റ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ജോർജ് സാറിന് ഒരു അനാഥാലയത്തിൽ കൊണ്ട് തള്ളി മക്കൾ, ഇതായിരുന്നു വാർത്ത. അത് ഈ പറഞ്ഞതുപോലെ എന്താണ് സത്യമെന്ന് ഇപ്പോഴും തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞു പോയതിനു ശേഷം നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ ജോലിയാണ്, ഇവിടെ ആരുമില്ല, ഇപ്പൊ ആ വീട്ടിലിരുന്നാണ്, ജോർജ് സാറിന്റെ വീട്ടിലിരുന്നാണ് സംസാരിക്കുന്നത്. നമ്മളെ തന്നെ അത്ഭുതം, എന്നെ തന്നെ അത്ഭുതം. ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി ഈ വീട്ടിൽ വന്നപ്പം. അന്നത്തെ വീടേ അല്ലായത്, അതുവരെ നിങ്ങൾ ആ രീതിക്ക് നോക്കുന്നു എന്ന് ഞാൻ നേരിട്ട് കണ്ടു. അച്ഛൻ്റെ ഫോട്ടോയാണ്, അച്ഛൻ കിട്ടിയ വാച്ചാണെങ്കിലും, അച്ഛൻ്റെ കണ്ണടയാണെങ്കിലും, വലിയ
ലൈബ്രറി ആണെങ്കിൽ എല്ലാം നിങ്ങൾ അച്ഛനെ സ്നേഹിക്കുന്നതുകൊണ്ട് നോക്കുന്നതാണ്, അല്ലെങ്കിൽ നോക്കേണ്ട കാര്യമൊന്നും. അപ്പോൾ പറഞ്ഞവരങ്ങനെ പറഞ്ഞു. പക്ഷെ അത്തരമൊരു എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിലായി, നിങ്ങൾ അതുമായിട്ട് പോയി എന്നൊക്കെ വാർത്ത വന്നു. അതിലെന്താണ് വാസ്തവമുള്ളത്? ആരാണ്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡാഡി അങ്ങനെ സ്വത്തായിട്ടൊന്നും സമ്പാദിച്ചില്ല. പക്ഷേ ഡാഡി പ്രൊഫഷണലി ഇരുന്ന സമയത്ത് ആ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഞങ്ങൾ വളരെ ലൈക്ക് ഒരു റിച്ച് ലൈഫ് സ്റ്റൈലാണ് ഞങ്ങൾ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ഡാഡിയുടെ സിനിമകളൊക്കെ ഇല്ലാതായപ്പോഴത്തേക്കും ഡാഡിയുടെ വരുമാനം നിന്നു. പിന്നെ ഐ വാസ് ഇൻ ദുബായ്. അപ്പം ഞാൻ തന്നെയായിരുന്നു പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുകയെല്ലാം ചെയ്തത്. ഞങ്ങൾക്ക് ഇവിടെ 2 വീട്, എൻ്റെ ഇവിടെ 2 വീട് ഞാനാണ് വാങ്ങിച്ചത്. എനിക്ക് വേറൊരു കാക്കനാട് ഒരു സെക്കൻഡ് ഒരു വീടുണ്ട്, ഒരു വില്ല തന്നെയാണ്. അപ്പം ഫൈനാൻഷ്യൽ ഞങ്ങൾ സ്റ്റേബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ സിഗ്നേച്ചറിൽ എത്രയോ വർഷങ്ങൾ എൻ്റെ ഡാഡി താമസിച്ചു. അന്ന് സിഗ്നേച്ചറിൽ ഒരു മാസം ഓൾമോസ്റ്റ് 45,000-50,000 റുപ്പീസാണ്. അത് ഞങ്ങൾ തന്നെ കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടൊന്നുമില്ല അവിടെ താമസിച്ചിരുന്നത്. ആൻഡ് ഒരു മാസം 50,000 റുപ്പീസ് പ്ലസ് മെഡിസിൻസ് പ്ലസ് മറ്റേ എന്താണ് അങ്ങനെ ഓരോ ഇതിനും എക്സ്ട്രാ പൈസകളാണ്. പിന്നെ അഡ്വാൻസ് ആയിട്ട് നമ്മളവിടെ പൈസ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനാൻഷ്യലി നമ്മൾ ഒരിക്കലും ഒരു എന്താ പറയുന്നത് ഇതിൽ ഞങ്ങൾ ഇതായിരുന്നു വെൽ സൗണ്ട് തന്നെയായിരുന്നു, ഞങ്ങൾ ഫൈനാൻഷ്യലി സൗണ്ട് ആയിരുന്നു. പിന്നെ ഞാൻ പറയില്ലേ, ആൾക്കാർക്ക് എന്തെങ്കിലും പറയാൻ ഒരു ഇത് വേണം. ഇന്നത്തെ കാലത്ത് ഒരു മരണമാണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യുന്ന വരും, അതൊരു ന്യൂസാക്കി മാറ്റി അതിനെ പബ്ലിഷ് ചെയ്ത് അതുവഴി ഫേമസ് ആക്കാൻ നോക്കുന്ന ഒരാൾക്കാരാണെന്നുള്ള ഒരു സത്യാവസ്ഥ ഞങ്ങൾ പറഞ്ഞു. അത് മാത്രമല്ല ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് സാർ. അല്ലെ, എൻ്റെ ഡാഡി, എൻ്റെ മമ്മി, ഞങ്ങളുടെ സ്വന്തം വീട്ടിലെ ഫാമിലി കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് അത് പുറത്ത് പറഞ്ഞ് ഷെയർ ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല അല്ലേ. ഇപ്പം എൻ്റെ ഡാഡി എവിടെ താമസിക്കുന്നു, അതുപോലെ എൻ്റെ ഡാഡി താമസിക്കുന്ന അതേ സ്ഥലത്ത് എത്രയോ അച്ഛനും അമ്മമാരും ഒരു ദിവസം മരിക്കുന്നു. അവർ എല്ലാവരും മക്കൾ US-ലാണ്. എന്തുകൊണ്ട് ആരും അതിന് പ്രതികരിക്കുന്നില്ല? എൻ്റെ ഡാഡി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമല്ലേ ഇപ്പം ഇത്ര വലിയ പ്രശ്നമായത്. ഇന്നും നമ്മളവിടെ പോകുമ്പോൾ അവിടെ സാർ ഇന്നും സിഗ്നേച്ചർ പോലത്തെ പല സ്ഥലത്ത് പോകുമ്പോഴും മരിക്കാൻ വേണ്ടി മാത്രം കൊണ്ട് അഡ്മിറ്റ് ചെയ്ത അച്ഛനും അമ്മമാരും ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ നാട്ടുകാർക്ക് ഒരു കുഴപ്പമില്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ ഡാഡി അവിടെ കിടന്ന് മരിച്ചു, ആ സമയത്ത് ഞങ്ങൾ അടുത്തില്ലായിരുന്നു എന്നത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റുകയും പിന്നെ അതിനെ ഫീഡ് ചെയ്ത് ഒരു നെഗറ്റീവ് ന്യൂസാക്കി ഇത് ചെയ്ത് അതുവഴി ഫേമസ് ആയി നോക്കുന്ന പലരും. പക്ഷേ ഇന്നും നമ്മുടെ ഫാമിലി ഇത് നമ്മളെപ്പോഴും പ്രിസർവ് ചെയ്യുക, ആ ഒരു സീക്രസി അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ മാറ്റേഴ്സ് പേഴ്സണലായിട്ട് തന്നെ വെക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഒന്നും അധികം ഡിസ്കസ് ചെയ്യാത്തത്. പിന്നെ അത് എൻ്റെ ഡാഡിയും ആഗ്രഹിക്കുന്നു തോന്നുന്നില്ല. ഡാഡി അവിടെ പോയി താമസിച്ചത് ആരെയും കാണിക്കാൻ വേണ്ടിയല്ലോ, ഞാൻ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്, ഒരു മാസം ഇത്ര രൂപയാണ്, അങ്ങനെയൊന്നും കാണിക്കാൻ. എൻ്റെ ഡാഡിക്ക് കംഫർട്ടബിൾ ഏതാണോ അന്ന് എറണാകുളത്ത് ഒരുവിധം ഡീസൻ്റ് ആയിട്ടും ഒരുവിധം കെയറും അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു സിഗ്നേച്ചർ. ഇന്ന് 100 കണക്കിന് സ്ഥലങ്ങളുണ്ട്. പക്ഷെ അന്ന് അതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം പ്രിഫർ ചെയ്തത്. എല്ലാം ഡാഡിയുടെ സ്വന്തം ഇഷ്ടമായിരുന്നു. ഈവൻ മരിക്കുന്ന സമയത്ത് ഞങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട്, ഞങ്ങളോട് മാത്രമല്ല സിഗ്നേച്ചറിന് ഓണറിനോട് പറഞ്ഞിട്ടുണ്ട് എന്നെ പള്ളിയിൽ അടക്കാൻ പാടില്ല. അതൊക്കെ ആചാരവും വേണ്ട എന്ന്. ഓഫ് കോഴ്സ് എൻ്റെ ഡാഡി ഒരിക്കലും റിലീജിയനിൽ വിശ്വസിച്ചിരുന്ന ആളല്ല. ക്രിസ്ത്യാനെ ലൈക്ക് ബാപ്റ്റൈസ് ചെയ്തെങ്കിലും ഈ നെവർ ഫോളോഡ് ആസ് എ റിലീജിയൻ ഒന്നും ഫോളോ ചെയ്തില്ല, പള്ളി പോകില്ലായിരുന്നു. അപ്പം അന്നേ അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇനിയിപ്പോൾ എങ്ങാനും ഞങ്ങൾ അടക്കിയാലോ എന്ന് പേടിച്ചിട്ട് അലക്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലക്സെ ഞാൻ പറയാണ്. അപ്പം അങ്ങനെ ഡാഡിയുടെ ചില കാര്യങ്ങൾ ഡാഡി തീരുമാനിച്ച രീതി തന്നെ നടക്കണം എന്ന് വളരെ നിർബന്ധിക്കുന്നു. അപ്പം അത് ആസ് എ ഫാമിലി ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. ആൻഡ് ആസ് എ മകൾ എന്ന രീതിയിൽ എനിക്ക് ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ഹീറോ ആണ് എൻ്റെ ഡാഡി. അപ്പം എൻ്റെ ഡാഡിക്ക് കൊടുക്കാമെന്ന് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടും കൊടുക്കാമെന്ന് എന്താണോ അതിൻ്റെ ഡാഡിയുടെ ആഗ്രഹം എന്താണോ അതുപോലെ അത് സാധിച്ചു കൊടുക്കാൻ ഇനി ഞാൻ അതിനാണ് ലൈക്ക് ജീവിക്കുന്നത്. ഇനിയുള്ള യാത്രയും അതിനു വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഓഫ് കോഴ്സ്. ഇപ്പം ഞാൻ ഈ വീട് ഞാൻ റെനോവേറ്റ് ചെയ്ത് എൻ്റെ ഡാഡിയുടെ പുസ്തകങ്ങളും എന്താണ് എൻ്റെ ഡാഡിയുടെ സ്വത്ത് എന്ന് പറയുന്നത് എൻ്റെ ഡാഡിയുടെ പുസ്തകങ്ങളാണ്. അത് ഡാഡി എന്നും പറയും, നിന്നെയാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, നീ അത് നോക്കണം, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അന്നും ഞങ്ങൾ എന്താണ് ഓർമ്മ വെക്കുന്ന കാലം മുതലേ ഡാഡി പല ബുക്കുകളും വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് വാങ്ങിച്ചു വെച്ച ബുക്കുകളാണ്. അപ്പോൾ അവൻ്റെ ഡാഡി ഇപ്പോഴും പറയാം, നീ സൂക്ഷിക്കണം, നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, നീയാണ് അതിന് നോക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇനി എൻ്റെ ഡാഡിക്ക് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആസ് എ ഫാമിലി, മമ്മിയാണെങ്കിൽ ബ്രദറാണെങ്കിലും നമ്മളത് 100% വളരെ അന്തസ്സോട് തന്നെ ചെയ്യുന്നത്. എനിക്കൊന്ന് ആ തുടക്കത്തിൽ പറഞ്ഞു ഡാഡി സിനിമയിൽ നിന്ന് മാറിയിരുന്നപ്പം ഡാഡിക്കുണ്ടാകുന്ന വിഷമം പല ആളുകളും പിന്നെ വരുന്നില്ല, പല ആളുകളും വിളിക്കുന്നില്ല. ഡാഡി ആക്കിയ കുറേ ആളുകൾ താരങ്ങളുണ്ടല്ലേ, എത്രയോ താരങ്ങൾ ഡാഡിയുടെ കയ്യിലൂടെ വന്ന് വളർന്ന താരങ്ങൾ. ചിലപ്പോൾ അവരുടെ തിരക്കിൽ വന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മറ്റ് പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് ഡാഡി സിനിമ ഒന്നും ഇല്ലാതെ ഇപ്പം ഫാമിലിയും ഡാഡിയെ മാറ്റി നിർത്തി. സെയിമാണ് പറയുന്നത്. താരെന്നോ മകൾ പറയുന്നു ഡാഡിക്കുണ്ടായ വിഷമം, അത് തന്നെ അവരും പറയുന്നു. അവരെല്ലാവരും മാറ്റി. ജോർജ് സാർ ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യൻ, താരയ്ക്ക് അച്ഛൻ, അതോടൊപ്പം ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഈ സെയിം ഒരു പാറ്റേൺ ഉണ്ട്. നിങ്ങളും മാറ്റി നിർത്തുന്നു,
അങ്ങനെ ഒരു സംഭവം ചർച്ച നടന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയും മാറ്റി നിർത്തി എന്നുള്ള അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് താര കാണുന്നത്? താര പറഞ്ഞു ആരും വന്നിട്ടില്ല അച്ഛൻ പടമില്ലാതെ വന്നപ്പോൾ എന്ന് പറഞ്ഞു. അത് ഡാഡി ഞങ്ങളോട് തന്നെ പറഞ്ഞു, വളരെ വിഷമത്തോടെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അതാണ് ചോദിച്ചത്. പിന്നെ അതുകൂടാതെ ഇപ്പം ഡാഡി സിഗ്നേച്ചറിലായിരുന്നു വിസിറ്റേഴ്സ് ഒക്കെ അലൗഡ് ആണ്. പക്ഷെ കോവിഡ് ടൈമിൽ ഒബ്വിയസ്ലി പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഫോളോ. പക്ഷേ എല്ലാ ഡാഡിയുടെ ബർത്ത്ഡേക്കും എല്ലാ ന്യൂസ് ചാനലും റിപ്പോർട്ടേഴ്സും വരുമായിരുന്നു, ഡാഡി കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ ന്യൂസിൽ കാണിക്കുക. അപ്പോൾ അന്ന് ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഡാഡി ഒറ്റയ്ക്കല്ല, ആ ന്യൂസിലും ആ ഫോട്ടോസിലും ഞാനുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, ഞങ്ങൾ മമ്മിയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അതുകൂടാതെ എല്ലാ ശനിയാഴ്ചയും എൻ്റെ മമ്മി, എല്ലാ ശനിയും ഞായറും എൻ്റെ മമ്മി ഡാഡിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ഡക്ക്, മട്ടൻ, ഇതൊക്കെ ഡാഡി ഭയങ്കര ഫുഡിയാണ്. ഡാഡിക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച ഇവിടുന്ന് മമ്മി തന്നെ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ ബ്രദർ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ ബ്രദർ ഇല്ലാത്ത ഞാൻ കൊണ്ടു കൊടുക്കും. ആരും ചിലപ്പോൾ ഒരിക്കലും നമ്മൾ ഡാഡി ഇപ്പോൾ എനിക്കെന്ന് പറയുന്നത് ഞാൻ ലീവിന് വരുന്ന സമയമാണ്. ആ സമയത്ത് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടുന്ന കുറച്ച് ദിവസങ്ങളാണ്. അത് ഞാൻ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, ഡാഡിയുടെ കൂടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. പക്ഷേ അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്, എൻ്റെ ഡാഡിയായിട്ടുള്ള ആ മൊമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഡാഡിയുടെ ഡിസിഷനാണ് അവിടെ താമസിക്കുന്നത്, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ എന്ന് പറഞ്ഞിട്ട് മാക്സിമം എൻ്റെ ഡാഡി ഒരു മാസം ആസ്ട്രൽ കിടന്നു, എമർജൻസിന്. അന്ന് ഞാനാണ് രാവും പകലും ആസ്ട്രൽ നിന്നിരുന്നത്. അപ്പോൾ ഈ ഡാഡി മരിച്ചതിൻ്റെ എനിക്ക് ആസ്ട്രോളോ പലരും എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് പറഞ്ഞു, ഞങ്ങൾക്കറിയാം താരയോട് ഉണ്ടായിരുന്നു, അതൊന്നും പേഴ്സണലാക്കി എടുക്കരുത്, വീനോ സത്യം എന്താണെന്നുള്ളതും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കണമെന്ന് പലരും എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അന്ന് ഡാഡിയോട് ഉണ്ടായിരുന്നതിൽ നമുക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു ആസ്ട്രൽ വിസിറ്റേഴ്സിൻ്റെ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു ഞാൻ ആരാണെന്നും ഡാഡിയോട് ഉള്ള കാര്യം. പക്ഷെ എന്നാലും നമ്മൾ പബ്ലിക്കിനോടും ലൈക്ക് മീഡിയയോടൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് ആ ഒരു ഇത് ഹോസ്പിറ്റൽ ദേ റെസ്പെക്റ്റഡ് ദാറ്റ് പാർട്ട് ഓഫ് us. അപ്പോൾ അന്നൊക്കെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആളുകൾ അറിയുന്നില്ല. അതെ, ഞാനാണ് അവിടെ അറിയുന്നില്ല. അതെ ഞാൻ അവിടെ താമസിക്കുകയും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ക്യാൻറ്റീനിൽ, ബിക്കോസ് ഇങ്ങനെ അന്ന് ഡാഡിയുടെ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ICUലായിരുന്നു ഒരു മാസം. അപ്പോഴും ഞാൻ ഭക്ഷണം നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയില്ല. അപ്പം ഞാൻ കോഫികൾ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഒരു ടൈം കഴിഞ്ഞപ്പോൾ എനിക്കൊരു 2 weeks കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയെന്ന് ചോദിക്കും, മാം ഇവിടെ വർക്ക് ചെയ്യണോ എന്ന്. കാരണം എവറി ഡേ ഐ എം ലൈക്ക് ലിറ്ററലി ഗോയിങ് ദെയർ ടു ഹാവ് കോഫി ആൻഡ് ലൈക്ക് മോർണിംഗ് ടു ഈവനിങ്. അപ്പം അങ്ങനെയുള്ളൂ. പക്ഷേ ഇതൊക്കെ സത്യമാണ്. ഇത് ലൈക്ക് ഹോസ്പിറ്റലുകാർക്കറിയാം, നമുക്കറിയാം. ബട്ട് എഗെയിൻ ഞാനിത് എന്തിനാ വേൾഡിനോട് ഷെയർ ചെയ്യുന്നത്? എനിക്ക് ആരെയും സർട്ടിഫിക്കറ്റ് വേണ്ട സാർ, ആരെയും സർട്ടിഫിക്കറ്റ് ആരെയും ഇതൊന്നും വേണ്ട. പക്ഷേ ദൈവത്തിനും എനിക്ക് എൻ്റെ ഡാഡിക്കും അറിയാം ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ ഐ നീഡ്. എനിക്ക് അതിൻ്റെ കർമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ എന്താണ് സർട്ടിഫിക്കറ്റ്. ആൻഡ് ദാറ്റ് ഐ നീഡ്, ഐ ഹാവ് ഇറ്റ്. അല്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ അച്ഛനുണ്ട്, ദൈവത്തിനറിയാം, തീർച്ചയായിട്ടും കൂടെ നിന്നവർക്കും അറിയാം. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണ്ട, പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെ, പറഞ്ഞുകൊണ്ടേയിരിക്കും. മരണത്തിന് ശേഷം പിന്നെ നിങ്ങൾ യാത്ര തിരിച്ചു, അതിനുശേഷം ആരെങ്കിലുമൊക്കെ ബന്ധപ്പെടാറുണ്ടോ? ഇല്ല, മരണത്തിന് ശേഷം ഓൾമോസ്റ്റ് 1 year ഞാൻ വളരെ ഡൗൺ ആയിരുന്നു. ബിക്കോസ് ഞങ്ങൾ ആസ് എ ഫാമിലി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡാഡി ഇത്ര പെട്ടെന്ന് മരിക്കുന്നു. ബിക്കോസ് അങ്ങനത്തെ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഒന്നും അല്ലായിരുന്നു. എൻ്റെ ഡാഡി വാസ് പെർഫെക്റ്റ്ലി ഫൈൻ. ഒരു ന്യൂമോണിയയുടെ ഒരു ചെറിയൊരു ബിഗിനിങ്ങിൽ നിന്നാണ് എനിക്കൊന്ന് കോവിഡ് ഇഞ്ചക്ഷൻ എടുത്ത് പലർക്കും ഈ ഒരു ഇഷ്യൂ, ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പോൾ ആസ് പെർ റിസർച്ച് ഇസ് കമ്മിങ്, ഹാർട്ട് അറ്റാക്കും ലിവർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ, ഇതൊക്കെ ഒരു കോവിഡ് ഇഞ്ചക്ഷൻ്റെ ഒരു ഭാഗമാണെന്ന് ഇപ്പോൾ കണ്ടു. എനിക്കൊന്നും ഐ ഓൾസോ ബിലീവ് ചിലപ്പോൾ ആയിരിക്കാം എന്ന് വിചാരിക്കും. ബിക്കോസ് പെട്ടെന്ന് ന്യൂമോണിയ വരികയും അങ്ങനെ ഡാഡിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിറ്റോറിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഡാഡി ഒരിക്കലും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ച് മരിക്കുന്നു. അതുമാത്രമല്ല, ഞാൻ ശരിക്കും എൻ്റെ ക്യാബിൻ ക്രൂ ഖത്തർ രാജാവിൻ്റെ ജോലി വിട്ട് വന്നത് തന്നെ എൻ്റെ ഡാഡി മരിക്കാൻ നേരത്തോ അല്ലെങ്കിൽ ഡാഡി വയസ്സാന സമയത്ത് കൂടെ ഉണ്ടായിരിക്കണം എന്നൊരു തീരുമാനത്തിൽ. എല്ലാവരും ചോദിച്ചു എന്തിനാണ് ആ ജോലി ഇവിടുന്ന് മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്ക് അതൊന്നും ഒരു പ്രശ്നം. പക്ഷേ ആ സമയത്ത് ഞാനിപ്പോഴും റെസിഡൻറ്റ് ഓഫ് ഖത്തറാണ്. അപ്പോൾ എൻ്റെ വിസയ്ക്ക് നമ്മുടെ അത്രയും ഡേയ്സ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത്. എഗെയിൻ എൻ്റെ ഡാഡി ആ ഒരു വീക്ക് സ്റ്റേജോ അല്ലെങ്കിൽ ഒരു മരിക്കുന്ന ഒരു സ്റ്റേജൊന്നും അല്ലായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. ബട്ട് മരിച്ചു കഴിഞ്ഞ് എല്ലാം നമുക്ക് കുറച്ച് നാളുകൾ എടുത്തു. ഞാൻ അല്ലേ സാർ, ആ 2 ദിവസം ഞങ്ങൾക്കൊന്ന് കരയാൻ പോലും ഞങ്ങളെ അനുവദിച്ചില്ല ലോകം. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു യാത്ര, സ്പിരിച്വൽ യാത്രയിലേക്ക് പോകുമായിരുന്നു. ടു മീ ഓൾമോസ്റ്റ് 1 year ടു കം ബാക്ക്. ഡാഡിയുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ പിന്നെ എല്ലാം ഒന്ന് തിരിച്ചൊന്ന് എന്താ പറയുന്ന ഒരു ഇതിലേക്ക് വന്നതും. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ആസ് എ ഫാദർ ഇനിയും മകൾ അല്ലെ ഫാമിലി എന്ന രീതിയിൽ ഇനി ഡാഡിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പം ഇൻഡസ്ട്രി ഇഗ്നോർ ചെയ്തോ ഇല്ലെന്ന് അറിയണ്ട. പക്ഷേ ഇനിയും എവിടെ ലോകത്തിൻ്റെ ഏത് കോർണറിൽ പോയാലും ഇന്നും ഞാൻ കെ ജോണിൻ്റെ മകളാന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പെക്റ്റും ആ ഒരു എന്താ പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഡാഡി അത്രയും സെലിബ്രേറ്റഡ് ആണ് ലോകത്ത്, അത്രയും ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇനി എൻ്റെ ഡാഡിയുടെ ലെഗസി എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നതിൻ്റെ ഒരു ഇതിലാണ് ഞാനിപ്പം. അപ്പം ഇനിയിപ്പോൾ കുറച്ചായിട്ട് മൂവി ഇൻഡസ്ട്രിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ള പ്ലാനാണ്. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അതിലേ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമ പ്രൊഡക്ഷൻ അതെ, സിനിമ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, 100% ഉണ്ട്. ഉടനെ തന്നെ നെക്സ്റ്റ് ഇയർ എന്തായാലും ഉണ്ടാവും.
KG ജോർജ് ഫിലിം പ്രൊഡക്ഷൻസിന്റെ പേരിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ എന്റെ ബ്രദറും അപ്പോഴത്തേക്കും വരും. അവൻ ഗോവയിലാണ് ഇപ്പം, 3 വർഷം അവിടെ സെറ്റില. അപ്പൊ എന്റെ ബ്രദറും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇനിയും അത് ടേക്ക് ഓവർ ചെയ്യാം എന്നുള്ള ഒരു വരും. അപ്പം എന്നാലും അഗൈൻ എക്സ്പെക്ടേഷൻസ് ഹൈ ആണല്ലോ. KG ജോർജിന്റെ ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ വളരെ അങ്ങനത്തെ സിനിമകളായിരിക്കണം. എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് എടുത്തു ചാടി ചെയ്യുന്നില്ല, വളരെ ആലോചിച്ചും നല്ലൊരു സബ്ജക്റ്റും അങ്ങനത്തെ വ്യത്യസ്തമായ സബ്ജക്റ്റുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? ഓ ധാരാളം കിട്ടുന്നുണ്ട്. നല്ല റെസ്പോൺസ് ആണ്. ഇപ്പോഴാണല്ലോ അറിയുന്നത്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ കഴിയുമ്പോൾ സബ്ജക്റ്റുമായിട്ട് ആളുകൾ വീണ്ടും വരും. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇവിടെ ഇല്ലാട്ടോ, ഖത്തറിലാണ്, അങ്ങോട്ട് പോകേണ്ടി വരും. അല്ല മമ്മിയുണ്ട്, ബ്രദറുണ്ട്, അപ്പൊ പ്രശ്നമില്ല. അല്ല ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഏത് നല്ലൊരു സബ്ജക്റ്റും വ്യത്യാസമായ ഒരു സബ്ജക്ട് ഇറ്റ്സ് ഓൾവേസ് വെൽക്കം. അല്ല ജോർജ് സാർ ചെയ്തു വെച്ചിരുന്ന പടങ്ങൾ അങ്ങനെയാണ്. അതെ 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 തീർച്ചയായും. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ പഞ്ചവടി പാലം നമുക്ക് ഓർക്കുമ്പം നമ്മുടെ പാലാവട്ടം പാലം പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സിനിമ എത്രമാത്രം വലിപ്പമായിരുന്നു. ഈ സിനിമ അന്നും വലിപ്പമായിരുന്നു. പക്ഷേ ഈ പാലാവട്ടം പാലം പൊളിയുമ്പോഴാണ് ഈ സിനിമ പഞ്ചവടി പാലം വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അല്ലെ. അന്ന് അത്രയും ശക്തമായ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അല്ലെ. ഒരു ഭയപ്പാടുമില്ലാതെ അത്തരം സിനിമകൾ ചെയ്ത വ്യക്തിയുടെ പേരിൽ കമ്പനി വരുമ്പോൾ അത്രയും കാമ്പുള്ള സബ്ജക്റ്റ് ആയിരിക്കണം, അത്രയുള്ള ആർട്ടിസ്റ്റുകളായിരിക്കണം, വലിപ്പം കൂടുതലായിരിക്കണം. അപ്പൊ അതൊരു റിസ്ക് ആയിരിക്കും. അതിന്റെ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്, മൂവീസ് ആർ നോട്ട് മെയ്ഡ് വിത്ത് ഫിയർ, ഇറ്റ്സ് മെയ്ഡ് വിത്ത് ഫ്രീഡം. നമ്മൾ പേടിച്ച് അല്ലെങ്കിൽ ഇത് നാളെ ഒരു സക്സസ് ആവോ അല്ലെങ്കിൽ അതാവോ നാളെ അവാർഡ് കിട്ടുമോ എന്ന് പേടിച്ചല്ല നമ്മൾ. ഒരു സിനിമ എന്ന് പറയുന്നത് പൂവർ ആണെങ്കിലും റിച്ച് ആണെങ്കിലും മിഡിൽ ക്ലാസ് എന്താണെങ്കിലും എല്ലാവരും ഒരേ ആ 2.5 മണിക്കൂർ ഒരു സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്ന ആ നിമിഷം അത്രയും പ്രഷ്യസ് ആയിരിക്കും അല്ലേ. അപ്പൊ അത് അങ്ങനത്തെ ഒരു ഇത് അവർക്ക് ആ 2.5 മണിക്കൂർ കൊടുക്കണം എന്ന് മാത്രമേ എൻ്റെ ആരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ ഉള്ള ഒരു പ്രത്യേകം എന്നല്ല നല്ലൊരു സബ്ജക്റ്റ്, അതുപോലെ ആൾക്കാർക്ക് എന്നും ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു 2.5 മണിക്കൂർ എന്നും ഇതുപോലെ തന്നെ വർഷങ്ങളോളം നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സബ്ജക്റ്റും ഒരു ക്രൂവും കൂടെ ഡെഫിനറ്റ്ലി വി വിൽ കൺസിഡർ. ഈ അവസാന നിമിഷം ഡാഡി ലാസ്റ്റ് മരിക്കുന്നതിന് ലാസ്റ്റ് അതിന് തൊട്ട് മുമ്പ് കണ്ട ഒരു ഓർമ്മ എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞങ്ങൾ മാക്സിമം ഡാഡിയുടെ ഹെൽത്ത് റിവൈവ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു. ഫിസിയോതെറപ്പി വഴിയും സ്പീച്ച് തെറപ്പി, പിന്നെ അതുകൊണ്ട് ലൈക്ക് മൂക്കിൽ മറ്റേ ട്യൂബ് ഒക്കെ ആയിരുന്നു. ബട്ട് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ എന്നാലും എല്ലാം ആംഗ്യ ഭാഷ കൂടെ ഡാഡി പറയായിരുന്നു, നടക്കുമായിരുന്നു, ഫിസിയോതെറപ്പി ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഫിസിക്കലി ഡാഡി ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എവറിഡേ എനിക്കിങ്ങനെ എൻ്റെ ഡാഡിയെ അറിയുന്ന, അതായത് നമ്മൾ ഏതൊരു ടോപ്പിക്കിനെ പറ്റി ചോദിച്ചാലും സംസാരിക്കുന്ന പറ്റുന്ന ആ KG ജോർജ് ഇങ്ങനെ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ എനിക്കത് ഒരിക്കലും അങ്ങോട്ട് 100% ആക്സെപ്റ്റ്. പക്ഷേ ആസ് എ ഫാമിലി ഞങ്ങൾ മാക്സിമം ഇന്ന് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ എന്താ പറയുന്നത് ട്രീറ്റ്മെൻറ്റും എല്ലാ രീതിയിലുള്ള ഇതും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒബ്വിയസ്ലി ഐ തിങ്ക് ഹി കുഡൻ മേക്ക് ഇറ്റ് ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷേ അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് എനിക്ക് അത്ര വലിയ ഒരു ഇതല്ല. പക്ഷെ എന്നാലും ആ സമയങ്ങളിൽ എനിക്ക് ഉണ്ടാകാൻ പറ്റിയെന്നുള്ളത് ഞാൻ തന്നെയായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു like always I'll keep it with me. ഇവിടുന്ന് അറിയിക്കാൻ ഒന്ന് വൈകി. അതെ അതെ അതെ. അതുകൊണ്ട് നമ്മുടെ യാത്രയും ഒന്ന് വൈകി. അതായിരുന്നു വിവാദമായത്. അതെ അതാണ് വാസ്തവം. അതെ അതെ സത്യം. അപ്പോൾ ഞാനത് പറഞ്ഞു, അത് നമ്മൾ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ഡിസൈഡ് ചെയ്ത് ഓക്കെ ഞങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞിട്ട് ആണ് നമ്മൾ അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് കുറച്ചുകൂടെ ഒരു ആദരിക്കപ്പെടുമായിരുന്നു എൻ്റെ ഡയറക്ടർ മരണം. അതിനുള്ള ടൈമും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതെ 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 അതാണ്. കാരണം എൻ്റെ ഗോവയിൽ നിന്ന് സാറിന് അറിയാലോ, കാരണം ഫ്ലൈറ്റുകളൊക്കെ എപ്പോഴൊന്നും ഇല്ല. രാത്രി ഒരു ഫ്ലൈറ്റ്, അതും ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിരുന്നു. അന്ന് ഗണേശ ചതുർത്ഥി അങ്ങനെ ഫ്ലൈറ്റ്സ് ഫുള്ളായിരുന്നു. പിന്നെ ഖത്തറിലെയും ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ഡിലേ കോസ് ചെയ്തുകൊണ്ടാണ് എത്ര. പക്ഷേ അന്നും ഇപ്പോഴും ഞാൻ പറഞ്ഞു, ബട്ട് നമ്മൾ ആരോടും ദേഷ്യമൊന്നും ഇല്ല സർ. നമ്മൾ ആയമല്ലേ ഒരു പക്ഷേ നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഉണ്ടാകുമ്പോൾ അന്ന് ഞാനിവിടെ വന്നു കഴിഞ്ഞ്, ഞാൻ എറണാകുളത്ത് വന്നു കഴിഞ്ഞ് ബി ഉണ്ണികൃഷ്ണൻ സർ FFK ആയിരുന്നല്ലോ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തത്. ഞാൻ വിളിച്ചു ഞാൻ എന്താ, ബിക്കോസ് ആസ് എ മകൾ എനിക്ക് എന്താ ചെയ്യണമെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഐ വാസ് ഫ്രോസൺ. എനിക്ക് ഫ്രോസൺ ആയിരുന്നു, ഞാൻ ഒരു ബ്ലാങ്ക് ആയിരുന്നു. അവർക്ക് മനസ്സിലായി എൻ്റെ ഒരു മാനസികാവസ്ഥ. അവരൊന്നും ചെയ്യേണ്ട, ഞങ്ങളെല്ലാം നോക്കിക്കോളാം. സോ അങ്ങനെ എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്കും അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം. അപ്പോൾ ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഒരു മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണെന്ന് വിചാരിച്ചു നമ്മൾ വി ഫോർഗിവ് എവറിബഡി. അത് വേണ്ട രീതിക്ക് ചെയ്തതാണ്. തലേന്ന് രാത്രി മുതൽ ടൗൺ ഹാളിൽ ഉണ്ടായിരുന്നു. ഈവൻ അവിടെ എല്ലാവരും മറ്റേ ഡയറക്ടർ ബോഡി ഡിസ്പ്ലേ ചെയ്തിരുന്ന ചളിക്കവട്ടത്തായിരുന്നു. അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ FFK ഓഫ് കോഴ്സ് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ ആസ് എ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ആ സ്ഥാപനം ചെയ്തത് നമ്മൾക്ക് അവരോട് അതുകൊണ്ട് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല. നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. ചെയ്യേണ്ട ഒരു
പരിഗണന തന്നിരുന്നെങ്കിൽ അതെ, ഇത്ര വലിയ അതെ, വിവാദത്തിൽ അതെ. പോകില്ലായിരുന്നു അതെ, എനിക്ക് പിന്നെ അവരുടെയും ഫസ്റ്റ് ടൈം അറിഞ്ഞമല്ലേ, അവിടെയും സെലിബ്രിറ്റി എന്ന് പറയുന്ന ഡാഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്കും ഇങ്ങനെ ഫസ്റ്റ് ടൈം അവർക്കും ഒരു പക്ഷെ അറിയില്ലായിരുന്നായിരിക്കും എന്ത് ചെയ്യണം. അപ്പൊ എനിവേ ഹാപ്പൻ, കഴിഞ്ഞത് കഴിഞ്ഞു. തീർച്ചയായും കഴിഞ്ഞു. ഡാഡി സുഖമായി ഇരിക്കട്ടെ അവിടെ അതെ, എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം എന്നല്ലാതെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ല. അതെ, ഇനി പുതിയ സംരംഭമായിട്ട് മുന്നോട്ട് പോകും. ഈ സിനിമാ കഥകള് ഡാഡിയുടെ ജീവിതത്തിൽ പല സിനിമകളുണ്ടല്ലേ, 19 സിനിമയാണ്. അതെ, 19 സിനിമയും ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. അതെ, അതിൽ എനിക്കെന്നും ഇഷ്ടപ്പെട്ട പഞ്ചവടി പാലമാണ്. അതെ, എനിക്കും എനിക്ക് പഞ്ചവടി പാലമാണ്. അതെ, അതെ. എനിക്ക് അങ്ങനെ കുറെ സിനിമകളുണ്ട്, വേഗര ഫ്ലാഷ് ബാക്ക്, അത് അങ്ങനെ കുറെ സിനിമ, മേളമാണെങ്കിലും ഗണേഷ് കുമാറിനെ കൊണ്ടുവന്ന ഒരു സിനിമ, അങ്ങനെയൊക്കെ ഒത്തിരി സിനിമകളുണ്ട്. എനിക്ക് പഞ്ചവടി പാലമാണ്. പിന്നീട് ഈ പഞ്ചവടി പാലത്തിൽ നമുക്കൊരു പക്വതയൊക്കെ വന്നപ്പോൾ ഡാഡിയുടെ അടുത്ത് പഞ്ചവടി പാലത്തെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? പഞ്ചവടി പാലത്ത് സിനിമയെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല, പക്ഷേ ലൈക്ക് ആർട്ടിസ്റ്റുകളെ പറ്റി ഇപ്പം തെലുങ്കൻ സാറിനെ പറ്റി പറയുന്നു, ഭരത് ഗോപി സാറിനെ പറ്റി പറയുന്നു, ശ്രീവിദ്യ മാമിനെ പറ്റി പറയുന്നു. അപ്പൊ ഡാഡിയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളും അവരുടെ ഒരു ആക്ടിങ് കാലിബറും പിന്നെ അതുപോലെ തന്നെ അവരുടെ എന്താ പറയുന്ന അന്നത്തെ ആ റിലേഷൻഷിപ്പ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യായിരുന്നു. അവരൊക്കെ വളരെ ഡാഡി ബഹുമാനിച്ചിരുന്നു, ആരാധിച്ചപ്പോൾ അതുകൊണ്ട് ഏതൊരു പ്രോജക്റ്റ് വന്നാലും ഡാഡിക്ക് അവർക്കൊരു റോള് എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഡാഡിക്ക് അത് എഴുതുമ്പോൾ ആ മനസ്സിലുള്ള ഒരു ക്യാരക്ടർ ഡാഡിക്ക് അറിയുന്ന ആളായിരിക്കണം എന്നുള്ളത്. കാരണം അന്നും ഡാഡിയുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എഗെയിൻ ഒരു എഴുതുന്ന ആ ഒരു ക്യാരക്ടർ എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പെടും എന്നാണ്. കാരണം ഇന്നും യവനിക പല ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പം ഓരോ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ആൾക്കാർ കൈയടിക്കുകയാണ്. അപ്പൊ അതാണ് ആ ഒരു പവർ, ആ ഒരു ആപ്റ്റാണ് ഓരോ ഇതും. ഈവൻ പഞ്ചവടി പാലത്ത് പോലും ഭരത് ഗോപി സർ എന്ത് ഭംഗിയായിട്ട് ആ റോൾ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ശ്രീവിദ്യ മാം, അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർ കൈ, ബിക്കോസ് അത്രയും ഡീപ്പായിട്ടാണ് ഓരോ ക്യാരക്ടറിന്റെ ഡിപ്പിക്ട് ചെയ്യുന്നതും. ആ ക്യാരക്ടറിന് 100% ജസ്റ്റിസ് ആരെ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്ന ഒരു ആക്ടറിനെയാണ് ഡാഡി അവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഡീറ്റെയിലിംഗ് എനിക്ക് ഡാഡി എപ്പോഴും പറയും. പിന്നെ ആൽഫ്രഡ് ഹിച്ച്കോക്ക്, സത്യജിത്ത്, ഇന്ത്യയിലെ സത്യജിത്ത് റേ ആയിരുന്നു ഡാഡി ഏറ്റവും വലിയ റോൾ മോഡൽ. പിന്നെ ആൽഫ്രഡ് ഹിച്ച്കോക്ക്, അവർ ഡാഡിക്ക് ഒരു ഹൊറർ മൂവി ആയിരുന്നു ഡാഡി ഇലവങ്കോട് കഴിഞ്ഞിട്ട് ഡാഡി ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഹൊറർ മൂവി എടുക്കണം. കാരണം അതായിരുന്നു ഇല്ലായിരുന്നത്. ഡാഡി എടുത്ത സിനിമയിലുള്ള എല്ലാ ടോപ്പിക്കും ഇനിയിപ്പോൾ ഹൊറർ ആയിരുന്നു, അത് നടന്നില്ല. സോ അങ്ങനെ ലൈക്ക് ഡാഡിക്ക് നടക്കാതെ പോയൊരു സ്വപ്നം ഫലം കാണിച്ചു കൊടുക്കണമെന്നുള്ള തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം കൂടി 100% ഉണ്ട്. ഡാഡിയുടെ യാത്രയിൽ ലാലേട്ടനും കൂടെ പടം ചെയ്തിട്ടില്ല. ഇല്ല, അത് ലാലേട്ടനും വലിയ താല്പര്യമായിരുന്നു. പല ഘട്ടങ്ങളിൽ സംസാരിച്ചെന്ന് ഞാൻ പല ഇന്റർവ്യൂവിലും കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പടം ചെയ്യാൻ ലാലേട്ടനും ഉണ്ടായില്ല, ജോർജ് സാറിനും ഉണ്ടായില്ല. അത് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നീട്? ഇല്ല, പക്ഷേ ഡാഡി എപ്പോഴും പറയുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഗംഭീര നടനാണ് എന്ന് എപ്പോഴും ഡാഡി പറയായിരുന്നു. പിന്നെ ആക്ച്വലി നമ്മളിപ്പം ഡയറക്റ്റ് സിനിമകൾ എടുത്ത് നോക്കുവാണെങ്കിൽ ആ ക്യാരക്ടറൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല മോഹൻലാൽ ആപ്റ്റ് ആയിരുന്നു എന്ന്. കാരണം ഇതുവരെയുള്ള എല്ലാ മൂവീസിലും മമ്മൂട്ടി തന്നെയായിരുന്നു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷേ മോഹൻലാലിന് വേണ്ടി മോഹൻലാലിന് വേണ്ടിയല്ല, ഡാഡി അവസാനം ഇത് കാമമോഹിതം എന്ന് പറഞ്ഞ CV ബാലകൃഷ്ണൻ സാറിന്റെ ഒരു സ്റ്റോറി എടുത്തിട്ട് ഡാഡി സ്ക്രിപ്റ്റ് എഴുതി വലിയ, അത് കഴിഞ്ഞ് ഏറ്റവും വലിയ ഡയറക്ടർ പ്രോജക്റ്റ് ആയിരുന്നു കാമമോഹിതം. അതിന്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു രാജാവും 3000 years ago എറയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ അതിനകത്ത് ഡാഡി പറഞ്ഞു ഇത് മോഹൻലാൽ ചെയ്താലേ ശരിയാവുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു ചാമിങ് അല്ലെങ്കിൽ ഒരു സെൻഷ്വൽ എന്താണ് കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പക്ഷെ മോഹൻലാൽ അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള ഒരു കഴിവും ഫൈറ്റിംഗ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അതിന് ഡാഡി പറഞ്ഞത് അത് മോഹൻലാലാണ് അതിന് കറക്റ്റ് എന്ന് പറയാം. സ്ക്രിപ്റ്റ് ഒക്കെ ഇരിക്കുകയാണ് ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും ഡാഡി 2-3 സ്ക്രിപ്റ്റ് ഇതുപോലെ വീഡിയോ റെനോവേഷൻ ചെയ്തപ്പോൾ കിട്ടി. അപ്പൊ അതൊക്കെ വെച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ 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 ഏതാന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല. അതെ 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 ഏതുമാകാം അല്ലേ. പിന്നെ എന്തുകൊണ്ട് താരയൊക്കെ സിനിമയിൽ നിന്ന് മാറി നിന്നു? അമ്മയാണെങ്കിൽ നല്ല ഗായികയാണ്, 40ഓളം സിനിമയിൽ പാടിയിട്ടുണ്ട്. ഡാഡിയുടെ എല്ലാ സിനിമയിലും മമ്മി പാടിയിട്ടുണ്ട്, ഹിറ്റ് പാട്ടുകൾ അല്ലേ. മമ്മി ആക്റ്റീവായിരുന്നു സിനിമാ മേഖലയിൽ. നിങ്ങൾ ചെറുപ്പകാലത്ത് അഭിനയിച്ചല്ലാതെ പിന്നീട് അങ്ങ് അഭിനയത്തിലേക്ക് വന്നില്ല. രണ്ടുപേരും ബ്രദറും വന്നിട്ട് ആരും വന്നിട്ടില്ല. പക്ഷെ എന്റെ ബ്രദർ ടെക്നിക്കലി സൗണ്ട് ആണ്, സിനിമാറ്റോഗ്രാഫി പറ്റിയും എഡിറ്റിങ്ങിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ ബിക്കോസ് എല്ലാ ഫിലിം ഫെസ്റ്റിലും ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുകൊണ്ടാടി. 18 years above ഉള്ള ഫിലിംസ് അല്ലാത്ത ഫിലിംസ് ഒക്കെ ഞങ്ങളെ കാണിക്കായിരുന്നു. ഒരു സിനിമ ഡിസ്കസ് ചെയ്യായിരുന്നു, ഇങ്ങനെ ഈ മൂവിയുടെ പ്രത്യേകത എഡിറ്റിംഗ് ആയിരുന്നു, ഈ മൂവിയുടെ പ്രത്യേകത സിനിമാറ്റോഗ്രാഫി ആയിരുന്നു, അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പൊ എന്റെ ബ്രദർ ആക്ച്വലി ടെക്നിക്കലി നല്ല സൗണ്ടാണ് ഇപ്പോഴും.
ഇറ്റ് ഹാസ് ഫോട്ടോഗ്രാഫി ആൻഡ് ഓൾ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞാൻ പറയുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് മനമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ സിനിമ ഞങ്ങൾ കണ്ടു വളർന്നുകൊണ്ടിരിക്കും, നമുക്ക് അതിനോട് വലിയൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഇല്ലായിരുന്നു. ബിക്കോസ് എവറി ഡേ ഈസ് ലൈക്ക് സിനിമ ഫോർ എസ്. ഇപ്പം ഡാഡി ആക്ട് വരുന്ന സമയത്ത് എല്ലാ ആക്ടേഴ്സും വീട്ടിൽ വരുമായിരുന്നു, ഡയറക്ടേഴ്സ് വരുമായിരുന്നു, റിപ്പോർട്ടേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവരും തിരുവനന്തപുരത്ത് ഭയങ്കര എപ്പോഴും വന്നു. അപ്പം ഇത് നമ്മൾ കണ്ട് ഇത് ലൈക്ക് പുറത്തുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നത്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ലൈഫ് എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇനി എന്നോട് എത്രയോ പേര് താരൊരു മൂവി ഡയറക്റ്റ് ചെയ്യണം, പക്ഷേ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ, നമ്മൾ അറിയാത്തൊരു കാര്യം ചെയ്യുന്നപ്പം എനിക്കറിയില്ല ഇനിയിപ്പോൾ എൻ്റെ തലയിലെഴുത്ത് ഉണ്ടോയെന്ന്. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ സ്ലോലി ബട്ട് ഷോലി നമ്മൾ മൂവിയിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എന്തായാലും ഇപ്പം ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്ത പോലെ കെ ജോർജ് എക്സലൻസ് അവാർഡ്സ്, സിനിമാറ്റിക് എക്സലൻസ് അവാർഡ്സ് ചെയ്തപോലെ ഇനി അടുത്ത വർഷം പ്രോപ്പറായിട്ട് ഒരു നല്ലൊരു രീതിയിൽ വലിയൊരു ഇവന്റ്, അതെ അതെ വലിയതല്ല, ലൈക്ക് അർഹിക്കുന്നവർക്ക് എഗെയിൻ ഓണർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇവന്റ് പ്രോപ്പറായിട്ട് തന്നെ അതൊരു അവാർഡ് നൈറ്റ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പലരും നമ്മളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ലൈക്ക് സ്പോൺസർ ചെയ്യാനും ഇതിനൊക്കെ റെഡിയാന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനെയും നമ്മൾ ഓഫ് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. വലിയൊരു ഷോ പോലെ. എനിക്കൊന്ന് ഇത് തന്നെ ഗൾഫിൽ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നായിരുന്നു അല്ലേ? എന്താണ് ഇവിടെ ആയി മാറിയത്. രോഹിത്തുമായിട്ട് ഞാൻ നല്ല അടുപ്പമുള്ള രോഹിത്തിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. അമ്മ ഇപ്പം എങ്ങനെയാണ് ആരോഗ്യമൊക്കെ? മമ്മിയുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം മമ്മി 70, അപ്പം അതിന്റെ ഒരു ഇതോട് ആസ് എ ആരോഗ്യം പാട്ടും കാര്യങ്ങളൊക്കെ പാട്ടിൽ എല്ലാ ദിവസവും മമ്മി പാട്ട് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഒരു ഇതുമില്ല. മമ്മി ഇപ്പോഴും ഗാനമേള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ചാരിറ്റി ഷോ പോലെയൊക്കെ മമ്മി ചെയ്യും പലരുമായിട്ട്. അപ്പൊ അതൊക്കെ മമ്മിയുടെ സൈഡിൽ മമ്മിയുടെ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് നടന്നു പോകുന്നുണ്ട്. ഈ മമ്മൂക്ക പറഞ്ഞ എന്തെങ്കിലും കാര്യം ഓർമ്മയിലുണ്ടോ? നമുക്ക് അങ്ങനെയൊന്നും പറയത്തില്ല. നമ്മളന്ന് പിള്ളേരായിട്ട് നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെ പറയത്തില്ലല്ലോ. അപ്പൊ അതൊന്നും അങ്ങനെയൊന്നും അങ്ങനെ എടുത്തു പറയാനും പറ്റും ഒന്നും ഉള്ള ഇതൊന്നും ഇല്ല. ഭയങ്കര ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു, കുടുംബമായിരുന്നു. അതെ 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 അതെ. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ജോർജ് സാറിന്റെ ഏറ്റവും പ്രിയങ്കരൻ. അതെ അതെ തീർച്ചയായും. മമ്മൂക്കാക്ക് അതുപോലെ ഒരു പ്രിയങ്കരൻ. അതെ അതെ. അപ്പം മക്കളായി നിങ്ങൾ വളർന്ന നിങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അതെ അതെ. ഈ പ്രായമായതിനു ശേഷം ഇപ്പം ഒരു വളർച്ചയും പക്വതയും ദുൽഖറിനെ അങ്ങനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? പിന്നെ പല നമ്മൾ 2-3 അവാർഡ് ഫംഗ്ഷൻ മറ്റേ ഏഷ്യ വിഷൻ അവാർഡിന് സമയത്തുണ്ടായിരുന്നു. പിന്നെ എനിക്ക് JC ഡാനിയൽ അവാർഡ് ടൈമിൽ ഇതുകൊണ്ട്. പക്ഷെ ഇന്നും എവിടെ കണ്ടാലും നമ്മൾ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും അല്ല, പക്ഷെ എന്നാൽ അന്നത്തെ ഓർമ്മകളും ആ ഒരു റിലേഷൻഷിപ്പ് ഇന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സുർമി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ 2-3 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരിത്. പിന്നെ മദ്രാസിൽ ഞങ്ങളുടെ നെയ്ബർ സുകുമാരങ്ങളും മല്ലിക ആൻറ്റി ആയിരുന്നു. അപ്പം അന്ന് ഇന്ദ്രജിത്തും എന്താ പറയുക പൃഥ്വിരാജായിരുന്നു നമ്മുടെ നെയ്ബേഴ്സ്. അപ്പൊ ഇന്നും ഞങ്ങൾ ഇതുപോലെ പല അവാർഡിനായിട്ട് കാണുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ബട്ട് വി ആർ ഇൻ ടച്ച്. ഇന്ദ്രജിത്തും ഞങ്ങളും ടച്ചിലുണ്ട്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകളൊക്കെ ആയിരിക്കും. പക്ഷെ അല്ലാതെ നമ്മൾ റെഗുലർലി അങ്ങനൊന്നും ഇല്ല. നമ്മളിന്ന് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തമാണ് മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായിട്ട് സിനിമയിലേക്ക്. പിന്നെ തീർച്ചയായും തീർച്ചയായും അതെ അതെ അതെ. അത് നമുക്ക് നമ്മളെല്ലാം പ്രാർത്ഥനയാണ് മമ്മൂക്കാട് ആ തിരിച്ചുവരവ്. ഇന്നിപ്പോ ലൊക്കേഷനിൽ നമ്മൾ ഇന്ന് ഈ ഒക്ടോബർ 1-ാം തീയതി ശൂട്ടിങ്ങിലാണ് മമ്മൂക്ക. അതോടൊപ്പം മറ്റൊരു സന്തോഷം, ഏറ്റവും വലിയ അവാർഡ് ലാലേട്ടൻ. സത്യം. അതെ 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 അതെ. ദാദാസാഹേബ് അവാർഡ് കൊണ്ടുവന്ന് ലാലേട്ടൻ. അപ്പൊ 2 വലിയ ബിംബങ്ങളാണ്. അതെ തീർച്ചയായിട്ടും. ആ ബിംബങ്ങളില്ലെങ്കിൽ സിനിമയില്ല. അതെ. അതിലേറ്റവും വലിയ ബിംബമായിരുന്നു നമ്മുടെ ജോർജ് സാറ്. അദ്ദേഹം ഇപ്പൊ നമ്മോടൊപ്പം ഇല്ല. അതൊരു ദുഃഖവും ഇത് 2 സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. താരം എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കും. ഇതുവരെ ഇത്രയും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ശരിയാണ്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇരുന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ പറയേ നമ്മൾ അങ്ങനെ ആരെയും വിഷമിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ എഗെയിൻ ഫാമിലി പേഴ്സണൽ മാറ്റേഴ്സ് നമ്മൾ ലോകത്തിനെ അങ്ങനെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള നമ്മൾ ആ ഒരു പ്രൈവസി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ പിന്നെ അങ്ങനെ ഓവറായിട്ടൊന്നും ഇതിനകത്ത് ഇല്ല. അതെ, ഇതും വളരെ സർപ്രൈസിങ് ഫാക്ട് ആയിരുന്നു. ബട്ട് ഇറ്റ്സ് നൈസ്. എന്തെങ്കിലും ലോകം അറിയണമല്ലോ. തീർച്ചയായിട്ടും അറിയേണ്ട സത്യങ്ങളായിരുന്നു. വിളിച്ചു പറയാം, ലോകത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, അവരെ വേദനിപ്പിച്ചിട്ടില്ല. നമുക്കുണ്ടായ വിഷമം ഇതായിരുന്നു സംഭവം. അതെ അതെ അതെ. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നമ്മൾ ഒരു സെലിബ്രിറ്റി, ഇപ്പം മമ്മൂട്ടി സാറാണെങ്കിലും മോഹൻലാൽ സാറാണെങ്കിലും ആരാണെങ്കിലും അവരൊക്കെ ലൈഫിൽ അവരൊരു മനുഷ്യരാണ് അല്ലെ. എപ്പോഴും നമ്മളിങ്ങനെ ഈ മേക്കപ്പ് ഇട്ട് ഇങ്ങനെ എന്താണ് ആൾക്കാരെ കാണിക്കുന്നതിൽ അവർക്കൊരു ലൈഫുണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത്. അപ്പം എനിക്ക് പറയാനുള്ളത്, സെലിബ്രിറ്റി ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, മാനിക്കണം എന്നാണ് ഉള്ള ഒരു റിക്വസ്റ്റ്. പിന്നെ തീർച്ചയായിട്ടും അതെ. ഇപ്പം ഞാൻ ഇന്നും സിഗ്നേച്ചർ പോയി കഴിഞ്ഞാൽ എത്രയോ അച്ഛനമ്മമാർ വർഷങ്ങളായിട്ട് ഈവൻ അവർക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷനാണ്, മനഃപൂർവ്വമല്ല, വർഷങ്ങളായിട്ട് മക്കൾ വന്ന് കാണാത്ത എത്രയോ അച്ഛൻ. അപ്പം അതുപോലെ ഈ ലോകത്ത് പലരും ജീവിക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും ലൈഫും എല്ലാവരുടെയും ഡിസിഷൻസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ടൊക്കെ എന്താ ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. പുറത്ത് കാണുന്ന അച്ഛനല്ല, വീട്ടിൻ്റെ അകത്തല്ല. അതെ 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 അതെ.
വാശിക്കാരനാണ്. അതെ അതെ, അയ്യോ ഭയങ്കര വാശിയാണ്, എസ്പെഷ്യലി ഫുഡിന്റെ കാര്യത്തില്. ഒരു ഉപ്പോ ഒരു മുളകോ കൂടിപ്പോയാൽ പിന്നെ അത് കഴിക്കത്തില്ല, മാറ്റി വെക്കും. മമ്മിയാ, പക്ഷെ എന്റെ മമ്മി വളരെ ഗംഭീര കുക്കാണ്. പണ്ട് എന്റെ മമ്മിക്ക് എന്റെ ഏറ്റവും വലിയ ഡാഡിക്ക് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നതായിരുന്നു. സോ നമ്മൾ ഗൗരവക്കാരനാണ്. അതെ സാറ് ഗൗരവം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് എനിക്ക് ഗൗരവക്കാരൻ. പക്ഷെ അദ്ദേഹത്തിന് ചിരി നമ്മുടെ മനസ്സിൽ നിന്ന് മായില്ല. അതെ അതെ അതെ, അദ്ദേഹത്തിന് നോട്ടമുണ്ട്, കണ്ണാടിയിൽ ഇങ്ങനെ ഒരു നോട്ടം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ കറക്റ്റില്ല, അതെ അതെ ആ നോട്ടത്തിലെല്ലാം ഉണ്ട്. നമ്മളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അദ്ദേഹം ആ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ അതെ പറ്റും. അതെ അതെ, ശരിയാ. അങ്ങനെയാണ് അദ്ദേഹം നോക്കാറുണ്ട്. പക്ഷെ അത്രയും വലിയ ഈ ഇപ്പോഴത്തെ സംവിധായകരൊക്കെ ഇദ്ദേഹത്തിനെയാണ് അതെ, ടെക്സ്റ്റ് ബുക്ക് മാതിരി എല്ലാവരും പഠിക്കുന്നു. ഇവിടെയും തമിഴ്നാട്ടിലാണെങ്കിലും അതെ 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 അതെ, ചെന്നൈയിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു ഓരോ സിനിമകൾ എടുത്ത് ചർച്ച ചെയ്യുന്ന സംവിധായകരുണ്ട്, അതെ അന്നും ഇന്നുമുണ്ട്. അതെ അപ്പൊ എല്ലാം കൊണ്ടും ഒരു നന്മ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അതെ 19 സിനിമയെ ഉള്ളെങ്കിലും ആ 19 ചർച്ച ചെയ്യപ്പെട്ട സിനിമകൾ, അതെ അതെ, കൂടുതൽ സിനിമകൾ വേണ്ടി വന്നില്ല. അതിൻ്റെ പാരമ്പര്യം തുടരാൻ തയ്യാറായി താരയും കുടുംബവും വരുന്നു എന്ന് ഞാനുള്ള സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു കമ്പനിയും അത്രയും കാമ്പുള്ള ഒരു സിനിമ എടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ സിനിമ യാത്രയിൽ കൂടെ ഉണ്ടാകും. എന്താവശ്യമുണ്ട് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിനും ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഐ തിങ്ക് ഐ വാസ് ഏബിൾ ടു ഗിവ് ജസ്റ്റിസ്. അപ്പോൾ അതിനെല്ലാത്തിനും അഗൈൻ താങ്ക് യു സോ മച്ച് ഫ്രം മീ. താങ്ക് യു.